കടന്നു പോകുന്നുണ്ട്. ശരണ്യ ആലപ്പുഴയിൽ നിന്നാണ് ചേർന്നത്. ശരണ്യ, അവിടെ ആരൊക്കെയാണ് ഈ അപകടത്തിൽ പെട്ടുപോയത്? ഈ ദുരന്തത്തിൽ മരണം സംഭവിച്ചത് ആർക്കൊക്കെയാണ് അവിടെ? ആലപ്പുഴ ജില്ലയിൽ നിലവിൽ മറ്റ് പേരുവിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അത്തരത്തിലൊരു ഈ അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മറിച്ച് പത്തനംതിട്ട ജില്ലയിൽ ആലപ്പുഴ ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയായ പത്തനംതിട്ടയിലാണ് ഇപ്പോൾ 3 മരണം സ്ഥിരീകരിക്കുകയും ഇപ്പോൾ 4ാമത്തെ ആളുടെ മരണം കൂടി ഇപ്പോൾ തിരുവല്ല സ്വദേശിയുടെ തിരുവല്ല സ്വദേശി കൂടിയും അപകടത്തിൽ ഉൾപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പത്തനംതിട്ട സ്വദേശികളാണ്. അതായത് വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, അദ്ദേഹത്തിന് 61 വയസ്സാണ്. അദ്ദേഹം വാഴമുട്ടം പുളുങ്ങുന്നെയ്തിൽ വടക്കേതിൽ PV മുരളീധരൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ, പേരും മറ്റ് അഡ്രസ്സും ഒക്കെ തന്നെ. ഒപ്പം പന്തളം മുടിയൂർപ്പണം സ്വദേശി ആകാശ് S നായർ മരിച്ചിട്ടുണ്ട്. 31 വയസ്സാണ് ആകാശിന്. ആകാശ് 8 വർഷം മുമ്പാണ് വിദേശത്തേക്ക് പോയത്. പിന്നീട് അവിടെ നിന്നും 1.5 വർഷം മുമ്പ് മടങ്ങി എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിനടക്കം നടക്കുന്നുണ്ട്. അത് ഈ ഓണത്തിന് തിരിച്ചു വരാനിരിക്കെയായിരുന്നു ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അമ്മ ശോഭന മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരിയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ഇവരുടെ വീട്ടിൽ, അതായത് ഈ പത്തനംതിട്ടയിൽ മരണപ്പെട്ട പലരുടെയും അടുത്ത ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ മുരളീധരൻ നായർ അടക്കമുള്ള ആളുകളുടെ ഭാര്യയും ഒക്കെ ഒന്നും വിവരം അറിയിച്ചിട്ടില്ല, അവരുടെ കുടുംബം. അതുകൊണ്ട് തന്നെ അതീവ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ്. ഇവരോട് ഇനി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. ഈ തിരുവല്ല സ്വദേശിയും മരിച്ചിട്ടുണ്ട്. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ചേന്നശ്ശേരിയിൽ സജു വർഗീസ്, സജുവിന്റെയും വീട്ടില്, ഈ മരിച്ചവരിലെ ആകാശിന്റെ വീട്ടിൽ വെച്ച്, കാരണം ആകാശിന്റെ അമ്മ ആളുകൾ വരുന്നത് കണ്ട് ടെലിവിഷനിൽ കണ്ടാണ് മകന്റെ മരണവിവരം അറിഞ്ഞത്. ഒരു സഹോദരി മാത്രമാണ്, അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്. ബാക്കി ഉള്ളവരുടെ ഒന്നും വീടുകളിൽ ഇനിയും അടുത്ത ബന്ധുക്കളായിട്ടുള്ള ഭാര്യയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ ഒന്നും പലരെയും വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. തിരുവല്ല സ്വദേശിയുടെ മരണവിവരം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരും വിശദാംശങ്ങളും ഒക്കെ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. പത്തനംതിട്ട ജില്ലയിലാണ് ഇതിന്റെ ഒരു വലിയ ആഘാതം. 4 പേരാണ് മരണമടഞ്ഞതായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിച്ചിരിക്കുന്നത്. ശരി, ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശശിനാരായണനൊപ്പം KV ബൈജു ആണ് വിവിധ ഇടങ്ങളിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിൻ്റെ സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത് KP അഭിലാഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. നമ്മളെന്താണെങ്കിലും ഈ വാർത്തയിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്കതിലേക്ക് വീണ്ടും വരാം. ഇതിനിടെ ഈ കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കാൻ തീരുമാനമായി. 14-15 തീയതികളിൽ ലോക കേരള സഭ സമ്മേളനം നിശ്ചയിച്ച പ്രകാരം നടക്കും. ആഘോഷ പരിപാടികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് വിവരം.